ഇനി അയോധ്യയിൽ ദശരഥ മഹാരാജാവിൻ്റെ അവസ്ഥ ഒന്ന് നോക്കാം. ശ്രീരാമനോട് വിട പറഞ്ഞ് സുമന്ത്രർ മടങ്ങിയെത്തുന്നു. തന്നെ സ്തുതിച്ചു വണങ്ങിയ മന്ത്രിയോട് രാജാവ് ചോദിച്ചു, ശ്രീരാമനും സീതാദേവിയും ലക്ഷ്മണനും എവിടെ വസിക്കുന്നു എന്നും സ്വയം ആത്മനിന്ദ ചെയ്തുകൊണ്ടും സംസാരിച്ചപ്പോൾ മന്ത്രിവര്യൻ ആത്മസംയമനം പാലിച്ചുകൊണ്ട് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ശൃംഗിവേരാധിപനായ ഗുഹൻ ശ്രീരാമന് ഫലമൂലാദികൾ സമർപ്പിച്ചു സൽക്കരിക്കുന്ന രംഗം പറഞ്ഞ് രാജാവിന് സന്തോഷം നൽകാൻ ശ്രമിക്കുന്നു. സ്വന്തം അവസ്ഥയെക്കുറിച്ച് ശ്രീരാമന് പരാതിയില്ല. മാതാപിതാക്കൾക്കു അധികം വ്യസനമുണ്ടാകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ശ്രീരാമൻ പറഞ്ഞു. കാടുകളിലെ താമസം മോക്ഷസിദ്ധിക്ക് രാജപാതയായി ഭവിക്കുമെന്ന് ശ്രീരാമൻ പ്രത്യേകം പറഞ്ഞു. ദശരഥൻ്റെ ചരമഗതി. മന്ത്രിവരനാം സുമന്ത്രരുമേറിയോ രന്താശുജ ചെന്നയോധ്യ പൊക്കിടിനാൻ. വസ്ത്രേണ വക്ത്രവും ആച്ഛാദ്യ കണ്ണുനീർ അത്യർത്ഥമിത്തിറ്റു വീണും തുടച്ചുമ തേരും പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്നു ധീരതയോടു നൃപനെ വണങ്ങിനാൻ. ധാത്രീപദേ ജയ വീരമൗലേ ജയ ശാസ്ത്രമാദേ ജയ ശൗര്യാംബുദേ ജയ കീർത്തിനിധേ ജയ സ്വാമിൻ ജയ ജയ മാർത്താണ്ഡ ഗോത്രജാതോത്തംസമേ ജയ. ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ ഭൃത്യനോടാശു ചോദിച്ചു നൃപോത്തമൻ. സോദരനോടും ജനകാത്മജയോടും ഏതൊരു ദിക്കിൽ ഇരിക്കുന്നു രാഘവൻ. നിർലജ്ജനായതി പാപിയാമെന്നോടു ചൊല്ലുവാനെന്തോന്നു ചൊല്ലിയാതെന്നുടെ. ലക്ഷ്മണൻ എന്തു പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മി സമയായ ജാനകി ദേവിയും. ഹാ രാമ ഹാ ഗുണവാരിദേ ലക്ഷ്മണ വാരിജാലോചനെ ബാലേ മിഥിലജേ. ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാം എന്നരികത്തിരിപ്പാനും മക്കളെയും കണ്ടെനിക്കു മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും. ഇത്തം പറഞ്ഞു കേഴുന്ന നൃപേന്ദ്രനോടുൾത്താപമോടുര ചെയ്തു സുമന്ത്രരും. ശ്രീരാമ സീത സുമിത്രാത്മജന്മാരെ തേരിലേറ്റി കൊണ്ടുപോയൻ തവാജ്ഞയാ. ശൃംഗിവേരാക്യ പുര സവീതേ ചെന്നു ഗംഗാതടേ വസിച്ചിടും
ദേശാന്തരേ കണ്ടു തൊഴുതിതു ശൃംഗിവരാധിപൻ കൊണ്ടു ചെന്നു ഗുഹൻ മൂലബലാദികൾ തൃക്കൈകൾ കൊണ്ടതു തൊട്ടു പരിഗ്രഹിച്ച കുമാരന്മാർ ജടയും ധരിച്ചിതു. പിന്നെ രഘുത്തമനോടു ചൊല്ലിനാൻ, എന്നെ നിരൂപിച്ചു ദുഃഖിയായി ഗാരുമേ ചൊല്ലണമെന്നുടെ താതനോടും ബലാൽ അല്ലലുള്ളത്തിൽ ഉണ്ടാകാതിരിക്കണം. സൗഖ്യമയോധ്യയിൽ ഏറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും. മാതാവിനും നമസ്കാരം വിശേഷിച്ചു ഖേദമെന്നെ കുറിച്ചുണ്ടാകരുതേതും. പിന്നെയും പിന്നെയും ചൊൽക പിതാവതി ഖിന്നനായി വാർദ്ധക്യ പീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിയിടണം.